മറീന ബേ സാൻഡ്സൊക്കെ കണ്ട് മെർലിയനൊക്കെ കണ്ട് അങ്ങനെ ക്ലാർക്കിയിലും പോയി ഒക്കെ ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ച് എത്തിയപ്പോൾ സമയം വളരെ ലേറ്റായി. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി, നന്നായി ഉറങ്ങി. അപ്പോൾ എണീറ്റപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ ഏതായാലും ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഒരു ചിക്കൻ കറിയും ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് ചോറും സാമ്പാറും ഒക്കെ വെച്ച് ഭക്ഷണമൊക്കെ എല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരം വീണ്ടും എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും റെഡി. എൻ്റെ ഇന്നത്തെ ഒരു കോസ്റ്റ്യൂമാണിത്, ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും റെഡിയായി ഇന്ന് മെട്രോയിൽ പോവാം, MRT പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു കോണ്ടോ, അതിൻ്റെ അവിടുന്ന് നടന്ന് കുറച്ച് പുറത്ത് പോയതിന് ശേഷം ബസ് എടുത്തിട്ട് വേണം, ബസ്സിൽ കയറിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് വേണം മെട്രോ കയറാനായിട്ട്. അപ്പോൾ അതിന് നടന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ മഴ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഇന്നലെ മഴ വന്നില്ല. അപ്പോൾ ഇന്ന് ഇതുവരെയും മഴ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ചൂടും കൊണ്ടാണ് വന്നത്. ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ അവിടുത്തെ ചൂടും കൊണ്ട് അങ്ങോട്ട് വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. മഴ തീരെ ഇല്ല, നല്ല ഉഷ്ണമുണ്ട്, ചൂടുമുണ്ട്. അപ്പം അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബുലിയൻ പാർക്ക്. ഇതൊരു കോണ്ടോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് പോയിട്ട് വേണം ബസ് കയറാൻ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വില്ലാസാണ്. അപ്പോൾ ഞാനത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ വില്ലാസൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അടുത്തൊരു 7 മിനിറ്റ്സിൽ ബസ് വരും എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതേ പച്ച കളറ് ബസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബസ്സിൽ കയറി ഒരു 5 മിനിറ്റിൻ്റെ ദൂരമുണ്ട് ബസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിലെത്താം. അപ്പോൾ ബസ്സിൽ കയറി ഇരുന്നു. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ദുബായിലെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്, സിംഗപ്പൂരിലെ ബസ്സിൽ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ബസ് യാത്രയും കൂടി ഇവിടെ സിംഗപ്പൂർ എത്തിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ബസ്സിൽ കയറി. ഇപ്പോൾ ബസ്സിൽ കയറി ബസ് ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു 5 മിനിറ്റിൻ്റെ ഒരു നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അവിടെയാണ് മെട്രോ ഉള്ളത്. അപ്പോൾ മെട്രോയിൽ നമുക്ക് കയറാം. അപ്പോൾ ഇതാണ് മെട്രോ സ്റ്റേഷൻ. ലെൻറ്ററാണ് മെട്രോ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുരിങ്ങയൊക്കെ കണ്ടു. ഇപ്പം നിറയെ മുരിങ്ങക്കായൊക്കെ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഒരു തോട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മുരിങ്ങക്കായ പറിക്കായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഈ ലെൻറ്റർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി ഇപ്പം ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഗാർഡൻസ് ബൈ ദ ബേ ആണ്. അപ്പോൾ അവിടെ കുറച്ച് ഈ ലൈറ്റ് ഷോസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് നമുക്ക് ഇപ്പോൾ പോവാം. ഇതിപ്പോൾ ഞങ്ങൾ നടന്ന് പോകുന്ന മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ദുബായ് മെട്രോൻ്റെ ഒരു ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മെട്രോവും കൂടിയും എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത് മെട്രോ വന്നു. മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറി. മെട്രോൻ്റെ ഉള്ളിൽ കയറി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഫോണിൽ തന്നെയാണ്. അപ്പുറത്ത് ആരാ കയറണം. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണം. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആരൊക്കെ കയറണം ആരൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവിടെ ആൾക്കാർക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം എല്ലാവരുടെയും ഫേസ് ഫോണിലാണ്. അങ്ങനെ വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. അപ്പം ഞാൻ നേരെ ലാസ്റ്റിലേക്ക് നടന്നു. അവിടെ മെട്രോ പോണതും ഇങ്ങനെ ഒരു ടണൽ കൂടി പോണതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഇതൊക്കെ ഒരു രസമല്ലേ.
അപ്പോൾ അങ്ങനെ ഒരു 25 മിനിറ്റ് മെട്രോയിലിരുന്നതിന് ശേഷം നമ്മളിത് ഗാർഡൻസ് ബൈ ദ ബേ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നും കുറച്ച് നടക്കണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ സിംഗപ്പൂർ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നടക്കാൻ റെഡി ആയിട്ട് വേണം വരാൻ. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ മെട്രോൻ്റെ പുറത്തെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നോക്കിയപ്പോൾ ഒക്കെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ മറീന ബേ സാൻഡ്സ് അത് കാണാൻ പറ്റും. ഒരു സൈഡിൽ കൂടി ആൾക്കാരൊക്കെ വാക്കിങ്ങും ജോഗിങ്ങും ഇതൊക്കെ അവരവരുടെ എന്താ പറയുക എക്സസൈസ് റൂട്ടീനൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് ഇപ്പോൾ 2 സൈഡ് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ 2 സൈഡും നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്നു, കാരണം കുറേ നടന്നതല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കോർട്ടിൽ അവിടെ നിന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് പോകാം. കാരണം ഇവിടെ നിന്നും നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടേക്ക് പോകാം. കാരണം അവിടെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അത് മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ അപ്പോഴേക്കും വേഗം കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഇവിടുത്തെ കണ്ട കുറേ റെസ്റ്റോറൻറ്റ്സ്, തായ് ഫുഡ്, വിയറ്റ്നാമീസ് ഫുഡ്, ചൈനീസ്, ജാപ്പനീസും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടതിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെയാണ് ഇത്. ഇതിൽ തായ് ഫ്രൈഡ് നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് ഫിഷ്, പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, അങ്ങനത്തെ കണ്ട് പരിചയമുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറേ പുതിയ പുതിയ ഐറ്റംസും ഓരോരോ കടയിലും കണ്ടു. അതെ, ഇതൊക്കെയാണ് ഓരോരോ ഒരു കട അവിടെ മെനു പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാറ്റേ, ചിക്കൻ സാറ്റേ, ബീഫ് സാറ്റേ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ നിന്നിങ്ങനെ സാറ്റേ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാറ്റേ നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓർഡറിങ് ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെയുള്ള ആൾ തന്നെ പറഞ്ഞു, കാരണം നല്ല ഇതിലിങ്ങനെ നല്ല തീയൊക്കെ ഉള്ള കാരണം ശ്രദ്ധിക്കാൻ, ചിലപ്പോൾ പെട്ടെന്ന് പുക അടിക്കാൻ അല്ലെങ്കിൽ തീയൊക്കെ അടിക്കാനൊക്കെ സാധ്യതയുണ്ട്, കുറച്ച് നീങ്ങി നിൽക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോരോ കടയുടെ അവിടെ കണ്ട ഒരു മെനുവും അതിൻ്റെ പ്രൈസിങ്ങും ഒക്കെയാണ്. അപ്പോൾ സിംഗപ്പൂരിൽ കുറച്ച് ഈ ഫുഡിൻ്റെ പ്രൈസിങ് ജനറലി കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത് ഈ ഫുഡും ഇതൊക്കെ കുറച്ച് അതിൻ്റെ പ്രൈസൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്നിങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കി, റുപ്പീസിലേക്കും ദിറാംസിലേക്കൊക്കെ ഇങ്ങനെ വേഗം കൺവേർട്ട് ചെയ്ത് നോക്കി, ചെറുതായിട്ടൊരു തലകറക്കൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഈ മാംഗോ സ്റ്റിക്കി റൈസ്, ഇത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണോ ഈ ഒരു ഫുഡ് കോർട്ടിലും നോക്കിയപ്പോൾ എനിക്ക് ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ആ റൈസ് കുറച്ച് ഹാർഡായ പോലെ തോന്നി. പിന്നെ വേറെയും ഒരു കടയുടെ മുമ്പിൽ ഇതുപോലെ വേറെയും ഗോങ് സീ ഫുഡ്, അങ്ങനെ കുറേ ഐറ്റംസും വായിൽ വരാത്ത കുറേ പേരുകളുള്ള ഐറ്റംസൊക്കെയാണ് കടയിൽ കണ്ടത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത് ഡ്രൈഡ് ചില്ലി ഫ്രോഗിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ട്. ഇത് ജിഞ്ചർ ഓണിയൻ ഫ്രോഗ്, പിന്നെ ജിഞ്ചർ ഓണിയൻ ഫ്രോഗ്, ഡ്രൈഡ് ചില്ലി ഫ്രോഗ് പോറേജ്, അതായത് തവള കഞ്ഞി. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഇതും ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് കഴിച്ചായിരുന്നു. അപ്പോൾ ഫ്രോഗെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പാടുത്തായി ഒരു പ്ലേറ്റ് പാടുത്തായി നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ പ്രോൺസ്, ചില്ലി പ്രോൺസ്, ഇതെന്തോ എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിലുള്ളതാണ് പ്രോൺസ്, അത് വാങ്ങിച്ചു. പിന്നെ ചിക്കൻ സാട്ടെ വാങ്ങിച്ചു. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പീനട്ട് സോസും, പിന്നെ ഒരു ഗ്രീൻ കളർ പാക്കറ്റിൽ റൈസാണ്, സ്റ്റിക്കി റൈസാണ്. അപ്പോൾ അതും കൂടിയും കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി നല്ല എനർജിയോട് കൂടി ഞങ്ങൾ വീണ്ടും നടന്നു.
കാരണം മറീന ബേ സാൻഡ്സിൽ ആ ലൈറ്റ് ഷോ മിസ്സാക്കാൻ പാടില്ല. അപ്പോഴേക്കും വേഗം വേഗം ഞങ്ങൾ നടന്നു. ഇപ്പോൾ പോണ വഴിക്കാണ്. ഇപ്പോൾ 2 സൈഡിലും നിറച്ച് മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് കാണാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് എത്തുമ്പോഴേക്കും ഓൾറെഡി ആ ലൈറ്റ് ഷോ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ വേഗം ഓടി. ഇനിയിപ്പോൾ അതിൻ്റെ കഴിഞ്ഞെങ്കിലും വിചാരിച്ച് വേഗം ഓടി. ഇപ്പോൾ അത് കാണാനില്ലേ ലൈറ്റ്സ്. അപ്പോൾ അതുപോലെ കുറേ എന്താ പറയുക, കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട് നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതിപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. കാരണം ഇത് ലാസ്റ്റ് ഷോ ആണ്. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഷോ ഉള്ളൂ. നല്ല തിരക്കും നല്ല ചൂടും ഉഷണവും. ഞങ്ങളെല്ലാവരും അങ്ങനെ വേർത്ത് ഒഴുകി ഒരു വഴിയായി. കുറേ നടന്നപ്പോഴേക്കും പിള്ളേരും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലൈറ്റ് ഷോ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മറീന ബേ സാൻഡ്സിൻ്റെ അവിടെ എത്തും. അതൊരു ഹോട്ടലാണ്. മേലെ ഹോട്ടലും താഴെ ഒരു മോളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അവിടെ എത്തും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി ആ മോളിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് നടക്കാനൊക്കെ പറ്റും. അപ്പോൾ മോളിൻ്റെ ഉള്ളിലൊക്കെ പോയി AC ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ട് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പിന്നെയും വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് റെഡി ആവാം. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ മോളിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇപ്പോൾ മോളിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ എവിടെ തിരിഞ്ഞാലും ഫുള്ള് ലക്ഷറി ബ്രാൻഡിൻ്റെ ഷോപ്സ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നത് ഷാനൽ, ഹ്യൂബ്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക ഷോറൂംസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് ചുറ്റി നടന്നൊന്നൊക്കെ ഒന്ന് കണ്ടു. ഏതായാലും വാങ്ങിക്കാനുള്ള പരിപാടിയൊന്നുമില്ല, എന്നാലും ഒക്കെ അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ AC കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക, നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റുക, വേർപ്പൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഉദ്ദേശം. അങ്ങനെ മോളിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ പുറത്തെത്തി. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാമെന്നുള്ളൊരു പരിപാടിയിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് വരും. അപ്പോൾ നമുക്ക് വന്നത് ബസ്സിൽ, അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ബസ്സിൽ തന്നെ തിരിച്ചു പോകാമെന്നും പറഞ്ഞ് നേരെ അവിടുന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹെലിക്സ് ബ്രിഡ്ജ് എന്ന് പറയും. ഹെലിക്സ് ബ്രിഡ്ജ് മറീന ബേ. അപ്പോൾ ഈ ബ്രിഡ്ജ് കൂടി നടന്ന് ഒന്ന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ബസ് കയറി നമുക്ക് നേരെ വീട്ടിൽ പോകാം എന്നുള്ള പരിപാടിയിൽ ഞങ്ങൾ വേഗം നടന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈ ഹെലിക്സ് ബ്രിഡ്ജ് കൂടി പോകുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു.
അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നു. ഇപ്പോൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള ബസ് ഓൾറെഡി പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ബസ് സമയം നോക്കിയപ്പോൾ അതായിരുന്നു ലാസ്റ്റ് ബസ്, അതായിരുന്നു സമയം. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ച് ഒരു 10-15 മിനിറ്റും കൂടി ബസ് സ്റ്റോപ്പിലിരുന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വേറെയും കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ബസ്സുകൾ, ഡബിൾ ഡെക്കർ ബസ് ഇതൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ബസ് ഏതായാലും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആ ഒരു നേരം, അത് ഫോട്ടോ എടുക്കൽ നിർത്തി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൽ കയറായിരുന്നു. അപ്പോൾ ബസ് കിട്ടിയില്ല, ബസ് മിസ്സായി. ലാസ്റ്റ് ബസ്സായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ വേറൊരു ടാക്സി ബുക്ക് ചെയ്ത് നേരെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതും ഇപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി. ഇനി എല്ലാവരും ഒന്ന് നന്നായി റെസ്റ്റ് എടുക്കുക. കാരണം അത്രയും കുട്ടികൾ ഞങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ചതാണ്. ഇനി ബാക്കി പരിപാടികൾ നമുക്ക് നാളെ കാണാം.